പ്രൈസ് ദി ലോർഡ്. JCNDSD അഥവാ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലുമായി പതിവായി ബുധനാഴ്ച രാത്രി 9 മണിക്കും ശനിയാഴ്ച രാത്രി 9 മണിക്കും നടന്നു വരുന്ന ലൈവ് പ്രോഗ്രാമുകളിൽ സജീവമായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഈ പ്രോഗ്രാമുകൾ കാണുകയും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ പുതിയ ചർച്ച വേളയിലേക്ക് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം ശ്രവിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിവിധയിടങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞങ്ങൾ പതിവ് പോലെ നടത്തി വന്നിരുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏക സത്യദൈവം, ആ പ്രപഞ്ച സൃഷ്ടികർത്താവായ ഏക സത്യദൈവം ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു വന്നിരുന്ന ചോദ്യങ്ങളെ ആസ്പദമാക്കി നടത്തി വന്നിരുന്ന ചർച്ചകളുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ 4 ചോദ്യങ്ങളാണ് ഇന്ന് വിശകലനത്തിനും ചർച്ചയ്ക്കുമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിവസം ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നൽകുവാനായി എന്നോടൊപ്പം പാനലിലുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്ക്ക് ജോസഫ് കൊച്ചിയിൽ നിന്നും, ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്നും, ബ്രദർ സൈമൺ ബെഞ്ചമിൻ കായംകുളത്ത് നിന്നും, ബ്രദർ പാസ്റ്റർ M ബേബി കൊട്ടാരക്കരയിൽ നിന്നും ഈ ദിവസം ചോദ്യങ്ങളെ കേട്ട് ഉത്തരം നൽകുവാനായി പാനലിലുണ്ട്. പാനലിലുള്ള എല്ലാ ദേവദാസന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അവരോടൊപ്പം ഇന്ന് ഞാനും നിങ്ങളുടെ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും ഈ വിഷയം ഇന്ന് ഞങ്ങൾ ഏക ദൈവത്തെ സംബന്ധിച്ചുള്ള, ബൈബിൾ പഠിപ്പിക്കുന്ന ഏക ദൈവത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളിൽ സാമൂഹികമായി മനുഷ്യരുടെ പൊതുവായി ക്രിസ്തീയ മണ്ഡലത്തിലുള്ള ചോദ്യങ്ങളുടെ ശ്രേണിയിൽ അവസാനമായി ഞങ്ങളുടെ അടുക്കൽ ശേഷിച്ചിട്ടുള്ള 4 ചോദ്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഈ ചോദ്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആ ചോദ്യങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ മറുപടി നൽകുവാൻ ഞങ്ങൾക്ക് താല്പര്യവും ഉത്സാഹവുമുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചും ഈ വീഡിയോകൾ കണ്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും നിങ്ങൾ ഈ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി തീർന്ന് ഈ കാലത്തിന്റെ ഒടുവിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ തലമുറയിൽ സത്യസുവിശേഷത്തിന്റെ അപ്പസ്തോലിക ഉപദേശത്തിന്റെ പ്രചാരകരും പ്രഘോഷകരും ആകുവാൻ ഞങ്ങൾ നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനായി പോകുന്നത് എന്റെ ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. ഒന്നാമത്തെ ചോദ്യമായി ഈ ചോദ്യമാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളത്. ചോദ്യം 1 ഇപ്രകാരമാണ്: പിശാചും ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ യാക്കോബ്, പത്രോസ് ഇവരെ ശുശ്രൂഷിച്ചിരുന്ന കോൺഗ്രിഗേഷൻ പ്യുവർ, ശുദ്ധമായും യഹൂദ ചിതറിപ്പാർക്കുന്ന യഹൂദ സഭകളിലാണ് അവർ ശുശ്രൂഷ നടത്തിയിരുന്നത്. അപ്പോൾ ഇതിനാൽ തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ആദിമ സഭ, എബ്രായർ, അതായത് അബ്രഹാമിയ സന്തതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ദൈവസഭ ഏകദൈവ വിശ്വാസികളുടെ സഭയാണ് എന്നാണ് യാക്കോബോടെ സമർത്ഥിക്കുന്നത്. കോണ്ടെക്സ്റ്റ് നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ട കോണ്ടെക്സ്റ്റ് മറ്റൊന്നാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യത്തിന്റെ ഈ ഒരു ഭാഗം ഇത്രമാത്രമേ ഉള്ളൂ. പിശാച് ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും
ദൈവം ഏകനായതുകൊണ്ട് പിശാച് വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തീയ ആത്മീയ മണ്ഡലം പൂർണ്ണമായും കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാ സമാന്തര അവാന്തര വിഭാഗങ്ങളെല്ലാം ദൈവം ത്രിയേകനാണ് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ത്രിയേക ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പിശാചിന് യാതൊരുവിധ വിറയലിന്റെയും കാര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തിന്റെ വ്യക്തമായ ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ജോയ് പാസ്റ്ററോട് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സഭകൾ ഏകദൈവത്തെ വിട്ട് ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്കൊരു ഭയമില്ലാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കർത്താവിന്റെ ദാസന് നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ചോദ്യമാണ്. യാക്കോബിന്റെ ലേഖനം 2:19 ഇവിടെ വായിച്ചത്. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുകൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ പിശാച് വാസ്തവത്തിൽ ആദ്യം മുതലേ അവന്റെ പരിശ്രമം ദൈവത്തിന്റെ ഏകത്വത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു അവന്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം, അവനും ദൈവമാണ്, അവൻ ആരാധന വളരെ കൊതിക്കുന്നതാണ്. അങ്ങനെ അവന്റെ ആരാധനയാണ് വളഞ്ഞ വഴിയിലൂടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്ന നമ്മുടെ കത്തോലിക്ക സഭയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒത്തിരി ഉദാഹരണങ്ങൾ അത് പറയാനുണ്ട്. ഇപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റ് പുണ്യവാളന്മാർക്കും അതുപോലെ തന്നെ മറ്റു വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പിശാച് തന്റെ മഹത്വം തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് നമുക്കറിയാം, നാം സാധാരണ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു പാട്ടാണ്, ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ആകാശത്തിൽ അതുപോലെ തന്നെ ആകാശരാജ്ഞി, ആകാശത്തിന്റെ പേരിൽ ആരാധിക്കുന്ന ആരാധനകൾ മുഴുവൻ സാത്താൻ വളഞ്ഞ വഴിയിലൂടെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം 2-ാം ദിവസമാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. ആകാശത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം നല്ലതെന്ന് പറയുന്നില്ല. കാരണം ആകാശത്തിൽ ഒരു ശക്തിയുണ്ട്. ആകാശത്തിന്റെ ശക്തിക്ക് അതിനനുസരിച്ച് നിങ്ങൾ പണ്ട് ജീവിച്ചു എന്ന് എഫെസ്യർ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തും നിലത്ത് വീണു. ഇവിടെയും ദൈവത്തിന്റെ ഏകത്വത്തെ, ദൈവം ഏകനാണെന്നുള്ള പഠിപ്പിക്കലിനെതിരായിട്ട് വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ ആരാധന സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അത് ആരംഭിച്ചു. ഉൽപ്പത്തി 3-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹവയുമായിട്ട് സംസാരിക്കുന്ന ആ ഭാഗം, നിങ്ങൾ ദൈവം ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവുമായിട്ട് അവിടെ പിശാച് സമീപിക്കുന്നു. അതിനുശേഷമായിട്ട് അവൻ പറയുന്നു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നമ്മുടെ മലയാളം ബൈബിളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾ ദൈവങ്ങളെ പോലെയാകുമെന്നാണ് ഇംഗ്ലീഷിലും മറ്റു പല ഭാഷാന്തരങ്ങളിലും. അപ്പം ദൈവങ്ങളെ പോലെയാകും എന്നുള്ള, ദൈവങ്ങൾ എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കടത്തിവിടുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ അവനറിയാം ദൈവം ആരാണെന്നറിയാം, ദൈവം എത്രയുണ്ടെന്നറിയാം. അവന്റെ വിശ്വാസം പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൽ തന്റെ ദാസൻ അവിടെ വ്യക്തമാക്കുകയാണ്. അവിടെ പറയുന്നത് ദൈവം ഏകനെന്ന് പിശാച് വിശ്വസിക്കുന്നു. ഇവൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ജനങ്ങളെ പഠിപ്പിക്കുകയില്ല. ഇവന്റെ വിശ്വാസം ഒരു വശത്തും ഇവന്റെ പഠിപ്പിക്കൽ മറ്റൊരു രീതിയിലുമാണ്.
അതാണ് നമുക്കറിയാം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു സഭയാകുന്ന കത്തോലിക്ക സഭയിലൂടെ യഥാർത്ഥ സത്യ ഉപദേശത്തിന് പകരം വ്യാജ വഴിയിലൂടെ ഇവൻ നുഴഞ്ഞു കയറി ഇത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തു. കത്തോലിക്ക സഭയിൽ നിന്ന് അത് പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ദൈവം ഏകൻ എന്ന് വിശ്വസിക്കുന്നുവോ? പിശാചുകൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അവൻ വിറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു സത്യമാണ് ദൈവം ഏകൻ എന്നുള്ളത്. ഏകനായ ദൈവത്തിന്റെ ഒരു പിശാച് വിറയ്ക്കുന്നു. അപ്പോൾ തന്നെ അവൻ പഠിപ്പിക്കുന്നത് ദൈവം മൂന്നുണ്ടെന്ന. അതാണ് അവനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിശാചിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരത്തില് ദൈവവചനം വളരെ വ്യക്തമായി പിശാചിന്റെ ആരംഭവും അവന്റെ പ്രവർത്തന മേഖലകളും അവന്റെ എല്ലാ പ്രവർത്തന മേഖലകള് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു: നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു. അവന് സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പോ പിശാച് വിശ്വസിക്കുന്നത് ദൈവം ഏകനെന്ന് അവനറിയാം. പക്ഷേ അവന്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് അവൻ പ്രഖ്യാപിക്കുന്നത് ദൈവം മൂന്നുണ്ടെന്ന്, ദൈവം തൃത്വമുണ്ടെന്ന്, ദൈവം ത്രിയേകമാണെന്ന്. കാരണം അവൻ ആരാധന സ്വീകരിക്കണം. ഇത് കൂടുതൽ വ്യാപരിക്കുന്നത് നാമധേയ ക്രിസ്ത്യാനികളിലൂടെ, കത്തോലിക്ക തുടങ്ങിയുള്ള ക്രിസ്ത്യാനികളിലൂടെയും പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിലൂടെയും സാത്താൻ അവൻ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവന്റെ വിശ്വാസം ദൈവം ഏകനെന്ന് അവനറിയാം. പക്ഷേ അവൻ വായി തുറക്കുന്നത് അസത്യം പറയാൻ വേണ്ടി മാത്രമാണ്. അവനൊരിക്കലും സത്യം പറയുന്നില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അവന് സത്യം പറയാൻ പറ്റില്ല. അവന് ഒരിക്കലും സത്യം പറയില്ല. അവൻ വ്യാജം മാത്രമേ പറയൂ. അവൻ കള്ളനും അവന്റെ അപ്പനുമാ, പോഷ്കിന്റെ ആത്മാവാണ്. അങ്ങനെ നമ്മൾ പിശാചിനെ കുറിച്ച് ബൈബിളിൽ പഠിക്കുന്ന അവസരത്തിൽ ബൈബിളിൽ ഒത്തിരി സത്യങ്ങളുണ്ട്. പിശാച് അങ്ങനെ അവൻ തന്ത്രശാലിയാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇതാണ് ഈ പെന്തക്കോസ് തുടങ്ങിയുള്ള, കത്തോലിക്ക മുതൽ പെന്തക്കോസ് തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ അവൻ തൃത്വം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ഏകനെന്ന് വിശ്വസിച്ചാൽ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആ ദൈവം ഏകനെന്ന് പഠിപ്പിക്കാതിരുന്നാൽ അവിടെ പിശാച് ആരാധന അവൻ വ്യാജ വളഞ്ഞ വഴിയിലൂടെ അവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 2:11 നമ്മൾ വായിക്കുമ്പോൾ അവൻ വളരെയധികം തന്ത്രശാലിയാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ കുറിച്ച് പറയുന്നത് 11:2 വായിക്കുമ്പോൾ എന്താ അവിടെ കാണുവാൻ കഴിയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അതിന്റെ 3-ാം വാക്യം: എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പോ ഈ വഷളത്വം പ്രവർത്തിക്കുക, വ്യാജം പ്രസ്താവിക്കുക, കള്ളം പറയുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും പ്രഥമ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ 2ഉം 3ഉമാക്കി 1/3 ദൈവം, 1/3 ദൈവം, ദൈവത്തെ 2ഉം 3ഉമാക്കി വെട്ടിമുറിക്കുന്ന പ്രവണതയാണ് അവൻ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെയുള്ള പ്രസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല. ആത്മാവിനെ 2ഉം 3ഉമാക്കി വെട്ടിമുറിക്കാൻ പറ്റില്ല. കാരണം ദൈവം ഒരു വസ്തുവല്ല അങ്ങനെ മുറിയപ്പെടാൻ. ദൈവത്തെ 2ഉം 3ഉമായിട്ട് വെട്ടിമുറിക്കാൻ അവൻ ഏദൻ തോട്ടം മുതൽ തുടങ്ങി അത് കത്തോലിക്ക സഭയിലൂടെ അത് വളരെ ശക്തമായിട്ട് അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ തന്ത്രശാലിയാണ്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. പിന്നെ പറയുന്നുണ്ട് അവൻ ഇടം കൊടുക്കരുത്, അവന്റെ വാക്ക് കേട്ട് നമ്മൾ വിശ്വസിക്കരുത്, അവൻ ഫോഷ്ക്ക് പറയാൻ മാത്രമേ വാ തുറക്കൂ. അതെല്ലാം ബൈബിളിലെ വാക്യങ്ങളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ ഉപായത്തിൽ ചതിക്കുന്നവനാണ്,
അവന് ചതിയാണ് അവന്റെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങള്. അതുപോലെ തന്നെ അവൻ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ തകർക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരായുധമാണ് തൃത്വം, ത്രിയേകം. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഏദൻ തോട്ടം മുതൽ അവൻ തുടങ്ങി. അതിനുശേഷം സമയമായപ്പോൾ അവൻ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകനിലൂടെ അത് കത്തോലിക്ക സഭയ്ക്ക് കാഴ്ചവെച്ചു. കത്തോലിക്ക സഭയിലൂടെ അത് പെർഗമോസ് വഴി അത് ലോകത്തിൽ വ്യാപരിച്ചു. ഏതാ അവന്റെ ഫോഷ്ക്ക്, അതാണ് തൃത്വവും ത്രിയേകവും ദൈവം മൂന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഈ പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന വ്യക്തികളാണ് തൃത്വവും ത്രിയേകവും പഠിപ്പിക്കുന്നത്. ദൈവം ഏകനെന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സഭയ്ക്ക് മാത്രമേ കഴിയൂ. ദൈവം ഏകനാണെന്ന് പിശാച് വിറച്ചുകൊണ്ട് വിശ്വസിക്കുന്നു. പക്ഷേ അവൻ പഠിപ്പിക്കുന്നത് ദൈവം മൂന്നുണ്ടെന്ന. അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ വഴിയെ പോകാതെ ദൈവ വഴിയെ സഞ്ചരിച്ച് ബൈബിളിൽ ഏറ്റവും മുഖ്യ കൽപ്പനയും ഇസ്രായേലെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നുള്ള മുഖ്യ കൽപ്പനയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം മുൻപോട്ട് നയിക്കുക. അതിനായി ദൈവം ഞങ്ങളുടെ കേൾവിക്കാരെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ് ഉത്തരം. ഞാൻ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനത് ക്വസ്റ്റ്യൻ മാർക്കിൽ മൂന്നാമത്തെ ചോദ്യമാണ്. അതില് നമ്മള് വിൽസനോടാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ദാവീദ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞത്? രണ്ട് കർത്താവുണ്ടോ? ആരൊക്കെയാണ് ദാവീദ് പറയുന്ന ദാവീദിന്റെ കർത്താവുമാര്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ആദ്യം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താതെ ഒരിക്കലും ഒരു മനുഷ്യനും ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ സാധിക്കത്തില്ലെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ദൈവം നമുക്ക് തന്ന വെളിപ്പാടിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു ഈ സമയത്ത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്ത ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് പുത്രൻ ജനിക്കപ്പെട്ടവൻ എന്ന് പറയപ്പെടുന്നു, പിന്നെ പുത്രനോടോ ദൈവമേ എന്ന് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അതിൽ നമ്മൾ ഹെബ്രായർ 1 വ്യക്തമായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിച്ചു, പുത്രത്വം എന്നത് ദൈവം എടുത്ത മനുഷ്യത്വമാകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ തന്നെ കുറച്ച് വാക്യങ്ങളെ ഈ സമയത്ത് ഇവിടെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസന്റേഷനെ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാണിക്കുന്ന വചനങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 43-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യം അവിടെ ചോദിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 42 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളോ എന്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നമുക്ക് കണ്ടു, യഹൂദന്മാര് ആയി നിന്ന ആൾക്കാർക്ക് പോലും അന്ന് ആ വചനത്തെ പറ്റിയുള്ള ഗ്രാഹ്യമോ അതിനെ പറ്റിയുള്ള വെളിപ്പാടോ അവർക്ക് അവിടെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നു. ഇന്ന് വരെ അത് അങ്ങനെ തന്നെ ഭൂരിപക്ഷം ആൾക്കാരിലും തുടരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ അത് നമുക്ക് വെളിപ്പെട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഈ അടിസ്ഥാനപരമായ വാക്യം, അതായത് ഈ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം ഒന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ജഡപ്രകാരം അവൻ ദാവീദിന്റെ പുത്രൻ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ജഡപ്രകാരം ക്രിസ്തു വരണം എന്നുള്ള വെളിപ്പാട് ഓൾറെഡി
മശിഹായെ പറ്റി യഹൂദന്മാർക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഈ വാക്യം മുൻപ് തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകനിൽ കൂടെയാണ്, അതായത് ദാവീദിൽ കൂടെയാണ്. അവിടെയാണ് ദാവീദ് 110 സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ദ ലോർഡ് സെറ്റ് ടു മൈ ലോർഡ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹിന്ദിയില് ചിലപ്പോൾ പോയാലും അവിടെ ചിലപ്പം പ്രഭു നെ മേരെ പ്രഭു സെ കഹ എന്ന് പറയാം. അങ്ങനെ മറ്റ് ഭാഷകളിലൊക്കെ ചിലപ്പം പ്രശ്നം പറ്റാമെങ്കിലും ഈ ഒരു മലയാളികൾക്ക് ദൈവകൃപയാൽ ലഭിച്ചിരിക്കുന്ന ബൈബിള് ഒരു യഹൂദനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഒരു അടിസ്ഥാന വാക്യം വരുന്ന സ്ഥലത്ത് യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു വാക്യത്തെ പറ്റി പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്നില്ല. എന്താ വെച്ചാൽ പഴയ നിയമത്തിൽ യഹോവയെ കർത്താവെന്ന് വിളിക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ യഹോവ എന്റെ കർത്താവിനോട് പറയുന്നു എന്നുള്ള കാര്യം അവിടെ പറയുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ കർത്താവ് തന്നെയാണോ അതോ വേറെ വേറെ ഒരു രീതിയിലാണോ അത് ആത്മാവ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒറിജിനലിലേക്ക് കടന്നു പോകും. ഒറിജിനലിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, യാഹ്വേ സെഡ് ടു മൈ ലോർഡ് എന്ന അർത്ഥത്തിൽ യാഹ്വേ ലാ ഡോണിക്കകത്തുള്ള അടിസ്ഥാന പദം അഡോണി എന്ന പദമാണ്. അഡോണി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യാഹ്വേ എന്ന് ഏതെങ്കിലും യഹൂദൻ വിളിക്കുന്നു എങ്കിൽ അവിടെ വരുന്ന വാക്യമാണ് അഡോണായി എന്ന വാക്യം. ഇപ്പൊ യാഹ്വേ എന്ന് നാമമാണ് വിളിക്കപ്പെടുന്നത്. പക്ഷെ യാഹ്വേ തന്നെ കർത്താവ് എന്ന രീതിയിൽ ഒരു യഹൂദൻ വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും അഡോണി എന്ന പദം ഉപയോഗിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അഡോണായും അഡോണിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. ഇത് മെസോറാട്ടിക് ട്രാൻസ്ലേഷനെ പറ്റി ഞാൻ വെറും ഒരു ഗൂഗിൾ ചെയ്ത ഒരു വാക്യമാണ്. അഡോണായി ആൻഡ് അഡോണി ഡിഫറൻസ് ഇൻ ഹീബ്രു. Adonai and Adoni are variations of the Masoretic pointing to distinguish divine reference from human. Adonai is referred to God, but Adoni to human superiors. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചോളം ഒരു മനുഷ്യ പദവിയിൽ ഉന്നതനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു സംബോധനയാണ് അഡോണി എന്ന പദം. ആ അഡോണി എന്ന പദമാണ് ഇവിടെ സങ്കീർത്തനത്തിൽ 110 സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം അഡോണി എന്ന പദമാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു മനുഷ്യ പദവി ഉപയോഗിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ വചനം ജഡമായി തീർന്നു. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. ഒരു ശരീരം ഒരുക്കി ദൈവം തൻ്റെ ആ ഒരു പുത്രത്വത്തിൽ ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ, ഈ ഭൂമിയിൽ ഒരു ആലയമായി നിൽക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഒരു ഇടയൻ ആയി നിൽക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞാട് ആകുവാൻ പോകുമ്പോൾ, ആ ഒരു ഭൂമിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന ആ മനുഷ്യ പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനായ ക്രിസ്തു യേശുവിനോട് ഉള്ള പദമാണ് ഇവിടെ പറയുന്നത്. ദൈവം തന്നെ ജഡമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വരികയും പിന്നെയും ആദിയിൽ എന്ന പോലെ വാഴ്ത്തപ്പെട്ട് സ്വർഗത്തിലെ സിംഹാസനത്തിൽ പിന്നെയും ഇരിക്കും എന്നുള്ള പ്രവചനമാണ് ഇവിടെ അധ്യായം 110 വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. അതിൽ തന്നെ മെൽക്കിസെദേക്കിന്റെ വിധത്തിൽ അവൻ മഹാപുരോഹിതനാകും എന്നുള്ള കാര്യവും ഇവിടെ തന്നെ 110 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ 4-ാമത്തെ വാക്യത്തിൽ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും മഹാപുരോഹിതനായി സ്വർഗത്തിലെ മഹാപുരോഹിതനായി വാഴുവാൻ പോകുന്ന മനുഷ്യൻ ആയ ക്രിസ്തു യേശുവിനെ പറ്റിയാണ് പറയുന്നത്. അഡോണി എന്ന വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യ പദവി, ഒരു ഉന്നത
മനുഷ്യ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ യഹോവ എന്റെ അഡോണിയോട് പറയുന്ന എന്ന രീതിയിൽ വന്നപ്പോൾ, ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് എന്റെ കർത്താവിനോട് എന്നായി. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ടപ്പോൾ ആ ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെയാണ് ഈ ലോകത്തിൽ ശരീരമെടുത്തു വന്നത്. ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരം എടുത്തപ്പോൾ നമുക്കൊരു അഡോണിയായി തീർന്നു. ആ അഡോണി എന്ന പദത്തിൽ രക്ഷയുടെ വേലയെ തികച്ച് ഇന്ന് പിന്നെയും വാഴ്ത്തപ്പെട്ട് ആ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ആ ശക്തിയുടെ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഏകനായിരിക്കുന്നവൻ അവൻ തന്നെ. അവൻ കുറച്ചു നേരത്തേക്ക് അഡോണി എന്ന പദം വഹിച്ചു. അതുകൊണ്ട് നമ്മൾ ആ വചനം കാണുമ്പോൾ നമുക്ക് ആത്മാവില്ലാത്തപ്പോൾ മനസ്സിലാകുന്നത് രണ്ട് കർത്താക്കന്മാർ ഉണ്ട് എന്ന് പലർക്കും അങ്ങനെ തോന്നാം. പക്ഷെ അതങ്ങനെയല്ല. ദൈവം തന്നെ, ഏക കർത്താവായ ദൈവം ഒരു ഭൂമിയിലെ കർത്താവെന്ന പദവി വഹിച്ച് ആ സമയത്ത് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ പദവിയിലുള്ള മനുഷ്യനോട് അരുളി ചെയ്യുന്ന പ്രവചനങ്ങളാണ് ആ വാക്യം. അപ്പോൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായി. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ച ഹെബ്രായ ലേഖന ഹീബ്രൂസിൽ നിന്നും ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ സംസാരിച്ചത്. എന്റെ കേൾവിക്കാർക്കും അത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ മൂന്നാമത്തെ ചോദ്യം എം ബേബി അവരോടാണ്. ചോദ്യം ബേബി പാസ്റ്റർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ചോദ്യം: ത്രിയേക ദൈവ ഉപദേശത്തിന്റെ ഉത്ഭവം എവിടുന്നാണ് ഉണ്ടായത്? ആരാണ് സഭയിൽ ഈ അപ്പസ്തോലിക വിരുദ്ധ സിദ്ധാന്തം സ്ഥാപിച്ചത്? ചരിത്രപരമായ വസ്തുതകൾ എന്തെങ്കിലും തെളിവായി സൂചിപ്പിക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ ചോദിക്കുവാനിടയായി തീർന്നത്. തൃത്വദൈവ ഉപദേശത്തിന്റെ ഉദ്ഭവം എവിടെയായിരുന്നു? എവിടെ നിന്നാണ് ഉണ്ടായത്? ആരാണ് സഭയിൽ അപ്പോസ്തലിക വിരുദ്ധ സിദ്ധാന്തം സ്ഥാപിച്ചത്? അതിന് ചരിത്രപരമായിട്ട് പല രേഖകളും ഉണ്ടോ എന്നുള്ളതാണ് കർത്താവിന്റെ ദാസന്റെ ചോദ്യം. ഇവിടെ തൃത്വോപദേശം അല്ലെങ്കിൽ ത്രിയേകം എന്ന സിദ്ധാന്തം സ്ഥാപിക്കുന്നതിന് മുമ്പ് സഭയ്ക്ക് ഒരു ഉപദേശ സിദ്ധാന്തം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഏവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്ന ഉപദേശമാണ് എന്ന് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഈ ചോദ്യത്തിന് മറുപടി എന്നോണം ഞാൻ അതിൽ നിന്ന് 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ഉം 39-ഉം വാക്യഭാഗങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയ അടിസ്ഥാന ഉപദേശമാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യം. പരിശുദ്ധാത്മാവാണ് ഈ ഉപദേശം സഭയ്ക്ക് നൽകുവാനിടയായി തീർന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ 39-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതായ സകല ജാതികൾക്കും സകല ദൈവമക്കൾക്കും സഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശമാണ്
ഈ പറയപ്പെട്ടത് ഈ ഉപദേശത്തിൽ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുകയില്ല. ഇത് തലമുറ തലമുറയായി സകല പ്രിയപ്പെട്ടവർക്കും ബാധകമായിട്ടുള്ള ഒരു ഉപദേശ സത്യമാണ് എന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പത്രോസിലൂടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. AD 30 ആരംഭിച്ച ദൈവത്തിന്റെ സത്യസഭയ്ക്ക് ഈ ഒരു ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അഥവാ AD 325 ചില വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തിനോസിന്റെ അധ്യക്ഷതയിൽ നിഖയിൽ വെച്ച് നടത്തിയ ഒരു കൗൺസിലിലൂടെ സ്തോത്രം ചില വ്യക്തികൾ തെർത്തുല്യൻ, അത്താനാസിയോസ്, ഒറിജിൻ എന്നിങ്ങനെയുള്ളതായ ചില മതപണ്ഡിതന്മാർ ദൈവം സഭയ്ക്ക് നൽകിയ അടിസ്ഥാന ഉപദേശത്തിന് വിപരീതമായി ചില നവീന ഉപദേശങ്ങൾ സഭയിൽ കൊണ്ടുവന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ഏകദൈവ വിശ്വാസത്തിനും ഉപദേശത്തിനും എതിരായി അപ്പോസ്തലിക വിരുദ്ധ ഉപദേശം കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിലായിരുന്നു. അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തിനോസ് ഈ സിദ്ധാന്തത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ വ്യാജ ഉപദേശം സഭയിൽ തിരികെ കയറ്റുകയും ചെയ്തു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ മറ്റു ചില ആചാരങ്ങളും കൂടെ സഭയിൽ അടിച്ചേൽപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് കന്യക മറിയ ആരാധന, പുണ്യവാളന്മാരെ ആരാധിക്കുന്നതും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന, കുരിശു വരയ്ക്കൽ, കൊന്ത ജപിക്കൽ, മെഴുകുതിരി കത്തിക്കൽ, നിലവിളക്ക് കത്തിക്കൽ, കുരിശ് കെട്ടി തൂക്കി നടക്കുക, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക, ഇത്തരത്തിലുള്ളതായ പല വ്യാജ ആചാരങ്ങളും സഭയ്ക്കുള്ളിൽ ഇത്തരക്കാരായ ആളുകൾ തിരികെ കയറ്റുവാനിടയായി തീർന്നു എന്ന് ചരിത്രപരമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുവാനുള്ള, അന്നും ഇന്നും സത്യോപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ന്യൂനപക്ഷം കർത്താവിനായി പ്രാണത്യാഗം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. സ്തോത്രം. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് പോരാടുവാനും യഥാർത്ഥമായ സത്യം കഴിവുള്ളിടത്തോളം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ളവരുടെ സത്യോപദേശം മറച്ചു വയ്ക്കുവാൻ അല്ലെങ്കിൽ തകർത്ത് കളയുവാൻ ശ്രമിച്ചുകൊണ്ട് ശത്രുവാകുന്നവൻ അതിശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആദ്യം കർത്താവിന്റെ ദാസൻ സംസാരിച്ചതുപോലെ തന്നെ ദൈവം ഏകനാണെന്നും അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നും വളരെ വ്യക്തമായിട്ട് ശത്രുവിനെ അറിയാം. ശത്രു ജീവനുള്ള ദൈവത്തിന്റെ മുൻപാകെ ദൈനംദിനം വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്കിലും കഴിവുള്ളിടത്തോളം ആളുകളെ അവന്റെ ഉപദേശത്തിന്റെ മറവിൽ നിർത്തിക്കൊണ്ട് ദൈവവചനത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. AD 325 നിഖ്യ കൗൺസിലിൽ ഈ തെറ്റായ ഉപദേശം കടന്നു വരുന്നതിന് മുമ്പ് ദൈവസഭയ്ക്ക് ഏക ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏക ദൈവ വിശ്വാസമായിരുന്നു. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഉപദേശ സത്യമായിരുന്നു. സ്നാനവും മറ്റെല്ലാ ഉപദേശങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു എന്നും അന്നത്തെ സഭയ്ക്ക് ഏക സത്യദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു.
ഇടയ്ക്ക് കയറി വന്ന ഈ ദുരുപദേശങ്ങൾ പിശാചിനാൽ കൊണ്ടുവരപ്പെട്ടതാണ്. അതിൽ ആശ്രയിച്ച് നശിച്ചു പോകാതെ ദൈവം നൽകിയ, പരിശുദ്ധാത്മാവ് നൽകിയ സത്യോപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനായി മരണം വരെ പോരാടുവാൻ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ സകല ക്രിസ്തു വിശ്വാസികളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം എവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. പാസ്റ്ററുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു പലപ്പോഴും വാക്കുകൾ മുറിഞ്ഞാണ് വന്നിരുന്നത്. എന്നാല് പാസ്റ്ററുടെ ചോദ്യം എങ്ങനെയാണ് ഈ ട്രിനിറ്റേറിയൻ വിശ്വാസം ലോകത്തിൽ ഇത്രമാത്രം പ്രചരിപ്പിക്കാനിടയായ സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിന്റെ പരിമിതികൾ മാറ്റിവെച്ചാൽ തുടക്കത്തിൽ വ്യക്തമായിരുന്നു. നമുക്കറിയാം, ബഹുദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസത്തെ പോലെയോ അതിൽ കുറച്ചുകൂടി അധികമോ വളരെ പ്രാബല്യത്തിലുള്ള ഒരു ഹ്യൂമൻ സിവിലൈസേഷനിലാണ് ലോകത്ത് ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 11-ാം അധ്യായത്തിൽ തുടങ്ങുന്ന ദൈവനിഷേധമാണ് പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്ന റോമൻ മതത്തിന്റെ, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന മതം വ്യാപകമായി മുഴുവൻ ക്രിസ്ത്യാനിറ്റിയും വഞ്ചിച്ചുകൊണ്ട് ഏകദൈവത്തെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ദൈവങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ പ്രാചീന രാഷ്ട്രങ്ങൾക്കും, അത് റോമിലായാലും എഫേസൂസിലായാലും അതുപോലെ തന്നെ ഗ്രീക്കിലായാലും എല്ലായിടത്തും ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ ആരാധന ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഈ ബഹുദൈവ വിശ്വാസം ഇന്നും വളരെ സുദൃഢമായ ഒരു ദൈവിക വിശ്വാസമാണ്. മനുഷ്യൻ ഒരു ദൈവത്തെ കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ് സഹായത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും അവന്റെ പലവിധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ വേറെ ദേവന്മാരെയും ദൈവന്മാരെയും കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ എല്ലാം ഒരു ക്രോഡീകരിച്ച രൂപമാണ് ഇന്ന് പൂർണ്ണമായും ക്രിസ്ത്യാനിറ്റിയെ വിഴുങ്ങിയിരിക്കുന്ന ത്രിയേക ദൈവ സിദ്ധാന്തം എന്നുള്ളത്. എന്നാൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവം ഏക ദൈവമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായി ചർച്ച ചെയ്തു പോന്നിരുന്നത്. നമുക്കറിയാം, ബാബിലോണിയൻ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നത് നിമ്രോദിനെയും സെമിറാമിസിനെയും തമ്മൂസിനെയും ആണെങ്കിൽ, നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനാണ്. അതുകൂടാതെ ഇന്ത്യയിൽ 33 കോടി ദേവി ദേവന്മാരുണ്ട്. പ്രാദേശികമായി മാത്രം പ്രവർത്തിക്കുന്ന ദേവന്മാരും ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിലുണ്ട്. ഇന്ത്യയിൽ 33 കോടി ദേവി ദേവന്മാരുണ്ടെങ്കിലും പ്രാദേശികമായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും എല്ലായിടത്തും ആരാധിക്കപ്പെടുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന രാമൻ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്ത് കൃഷ്ണനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് കാണുന്നത്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസങ്ങളിലാണെങ്കിലും ഹൈഗ്യസ്, ഹെർമിൻസ്, ബുദ്ധൻ, കൂശ്, ബേൽ, ജാനസ്, അതുപോലെ പിന്നീട് കാത്തലിക്സിലേക്ക് വരുമ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ഈജിപ്തിലേക്ക് വരുമ്പോൾ ഈസിസ്, ഒസിറിസ്, ഈശ്വര, ഇങ്ങനെ നിരവധി ട്രിനിറ്റേറിയൻ ദൈവവിശ്വാസങ്ങൾ ലോകത്തിൽ പ്രബലമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. എന്നാൽ ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവം ഒരു ദൈവമാണ് എന്ന്, താൻ ഒരു ദൈവം മാത്രമാണ്, തന്റെ കൂടെ ആരുമില്ലെന്നും താൻ ഏകനായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നും അവകാശപ്പെടുന്നതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ ഉൽപ്പത്തിയിൽ അവൻ ഏകനായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകല വസ്തുവകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചതായി കാണുന്നു. എന്നാൽ പിന്നീട് ദൈവം ആദാമിന്റെ ലംഘന നിമിത്തം ദൈവിക കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ പിന്നീട് കാറ്റിനെയും മൃഗങ്ങളെയും പരിസ്ഥിതികളെയും ഭയന്നപ്പോൾ അവന് പിശാച് ആരാധിക്കാൻ വേണ്ടി പലവിധ ആരാധനാ സങ്കല്പങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് അത് മുന്നോട്ട് പോയി നോഹയുടെ കാലം വന്നപ്പോഴേക്കും ഏകദൈവത്തിൽ നിന്നും സത്യദൈവ ആരാധനയിൽ നിന്നും ജനങ്ങളെല്ലാം പിന്മാറി നശിച്ചു പോയപ്പോൾ ദൈവം നോഹ എന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് ഒരു സന്ദേശം
ഭൂമിയിൽ മഴ പെയ്യാൻ പോകുന്നു, രക്ഷ പ്രാപിക്കുന്നവർ പെട്ടകത്തിൽ കടന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിലൂടെ ഒരു കുടുംബം മാത്രം, നോഹയും കുടുംബം മാത്രം രക്ഷിക്കപ്പെട്ടു. പിന്നീട് നോഹയുടെ മക്കളായ ശേം, ഹാം, യാഫേത്ത് എന്ന മക്കളിൽ നിന്നും ഉണ്ടായവരാണ് പിന്നീട് ഇന്ന് നാം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യവർഗം. പിന്നീട് ഈ മനുഷ്യവർഗത്തിന് പിന്നെയും അവരുടെ സ്ഥലകാല പരിസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ അവര് സൂര്യനെയും ചന്ദ്രനെയും ആകാശഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ആകാശരാജ്ഞി അങ്ങനെ നിരവധി ദൈവിക സിദ്ധാന്തങ്ങളും ദൈവിക ആരാധനാ മൂർത്തികളെയും കണ്ടെത്തി തുടങ്ങി വന്നിരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഏക ദൈവമാണ് താൻ എന്ന് പഴയ നിയമത്തിലുടനീളം താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന ആ ദൈവത്തെ, ആ വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഈ 3 സ്ഥാനനാമങ്ങളിലൂടെ ഒരു മത ഉപദേശം, ഒരു ട്രിനിറ്റേറിയൻ ഗോഡ് ഹെഡ്, ഒരു പുതിയ ദൈവിക സങ്കല്പം അവതരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും സത്യദൈവത്തിന്റെ ആരാധനയിൽ നിന്നും ആരാധനയിൽ മുതിർന്നു വന്ന അല്ലെങ്കിൽ ആരാധനയിൽ വളർന്നു വന്ന ആദിമ ക്രൈസ്തവ സഭയെ ഏതാണ്ട് AD 325 കൂടി പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തുകൊണ്ട് റോമൻ മതം ഏകദൈവ വിശ്വാസത്തെ ഒരു ട്രിനിറ്റേറിയൻ വിശ്വാസമായി റീപ്ലേസ് ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ മതത്തിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുണ്ടായി ആശയഭിന്നതയുടെ പേരിൽ പുറത്തു വന്ന ഇന്ന് നാം കാണുന്ന എല്ലാ സഭകളും, എപ്പിസ്കോപ്പൽ സഭകളാകട്ടെ, പ്രൊട്ടസ്റ്റന്റ് സഭകളാകട്ടെ, വേർപാട് സഭകളാകട്ടെ, ഇവരെല്ലാവരും പൊതുവായി പിടിച്ചിരിക്കുന്ന ഒരു സത്യം എന്നുള്ളത് ദൈവം ത്രിയേകനാണ്. ആ ദൈവത്തിൽ ഒരു പിതാവ്, ഒരു പുത്രൻ, ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബൈബിൾ പറയുന്നു ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന്. എന്നാൽ കൃപയാൽ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തപ്പെട്ടതും ദൈവം അവരുടെ മധ്യേ പ്രവർത്തിച്ച് കാണിച്ചതുമായ സത്യങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏക സത്യ ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള യഥാർത്ഥ ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഈ നാളുകളിൽ കൃപയാൽ നമുക്കൊരവസരം നൽകി. ഈ സത്യം, ഇത് നമ്മൾ പെന്തക്കോസ്തുകാര് പലരും അവകാശപ്പെടുന്നത്, നിങ്ങൾ പറയുന്ന ഈ ഏകദൈവ വിശ്വാസം 1914 മാത്രം ഉണ്ടായതാണ്, ഏതാണ്ട് 100 വർഷം മാത്രമേ ഏകദൈവ വിശ്വാസത്തിനുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ സാത്താൻ എത്രമാത്രം കണ്ണിങ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ കളവ് പറയുന്നത്. ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും പഴയതായ വിശ്വാസ പ്രമാണം. പ്രത്യേകിച്ച് ഇസ്രായേലിന് താൻ മാത്രമാണ് ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മോശ മുഖാന്തരം താൻ ഏകനാണെന്നും തന്റെ നാമം ഇന്നതാണെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതയെ തന്റെ നാമത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ദൈവം പിന്നീട് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം ഒരു ജഡം ധരിച്ച് ലോകത്തിൽ വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കുക വഴി മനുഷ്യവർഗത്തെ ഒരു പാപപരിഹാര ബലിയിലൂടെ തന്നോട് ഒന്നായി ചേർക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത പദ്ധതികളിൽ ദൈവം ഉപയോഗിച്ച സ്ഥാനനാമങ്ങളും പദവികളും പോലും ദൈവിക സിദ്ധാന്തങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ട് സത്യദൈവത്തിന് ലഭിക്കേണ്ടുന്ന ആരാധന ബഹുദൈവ സിദ്ധാന്തങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കത്തോലിക്കർക്ക് മാത്രമല്ല, പിന്നീട് വന്ന് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലാകമാനമുള്ള വേർപാട് സഭകൾ എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കരെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ അവരും ബഹുദൈവ ആരാധികളാണ് എന്നുള്ള സത്യം അവർ അറിഞ്ഞോ അറിയാതെയോ അവരെല്ലാവരും ഒരേ ഒരു ദൈവത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ പ്രമാണത്തിൽ അവരെല്ലാവരും ഒന്നാണ്. സ്നാനത്തിന്റെ കാര്യത്തിലായാലും ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിലായാലും ഇവരെല്ലാവരും ഒരു ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപരമായ ചില്ലറ വിശ്വാസ പ്രമാണങ്ങളുടെയോ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ മാത്രം ഉള്ളൊരു ഡിഫറൻസ്, ഒരു വ്യത്യാസം മാറ്റി നിർത്തിയാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ വെളിപ്പാട് പുസ്തകം 17 പറയുന്നത് പോലെ വേശ്യമാരും അവരുടെ മാതാവും എന്നുള്ള സത്യം വളരെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. ഞങ്ങളെ കേൾക്കുന്ന കത്തോലിക്കരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ POC ബൈബിളിന്റെ 17-ാമത്തെ വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ ഫുട് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിന്റെ ഏറ്റവും താഴെ ഒരു ലൈൻ ഇട്ടിട്ട് ഒരു ചെറിയ സമ്മറി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സമ്മറിയിൽ അവര് അറിയാതെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്.
ബാബിലോണിയ വിശ്വാസം, അതായത് മഹദിയ ബാബിലോൺ എന്നത് കാണിക്കുന്നത് പഴയ നിയമത്തിലെ ബാബിലോൺ ആണ്. അത് വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. മഹദിയ ബാബിലോൺ എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കുന്ന തങ്ങൾ തന്നെയാണ് മഹദിയ ബാബിലോൺ എന്ന് അറിയാതെ അവർ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് മനസ്സിലാക്കാനുള്ള വിവരം അവർക്കുണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ബ്രദർ സൈമനോടാണ് എൻ്റെ ലാസ്റ്റ് ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നത്. അവസാനത്തെ ചോദ്യം ബ്രദർ സൈമൺ ഇങ്ങനെയാണ്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വ്യക്തമായി ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണ്: ആ നാളും നാഴികയോ സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിനിറ്റി വിശ്വാസപ്രകാരം പുത്രൻ ദൈവമാണ്? മാത്രമല്ല അവരുടെ ട്രിനിറ്റി ദൈവത്തിൽ ആ മൂന്ന് ഡിസ്റ്റിങ്ക്ട് ഗോഡ്, ഈവൻ ദോ ദേ ആർ ഡിസ്റ്റിങ് ബട്ട് കോ ഈക്വൽ ആൻഡ് എന്താ പറയാ കോ എറ്റേണൽ ആണ് അവരെന്ന് പറയുന്നു. അപ്പം നിത്യതയും സമനിത്യരും സമതുല്യരുമായ മൂന്ന് ദൈവങ്ങളാണ്. അവരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിലില്ല. അവർ മൂന്നുപേരും ഈക്വലി ദൈവമാണ്. എന്നാൽ അതിലൊരു ദൈവത്തിന് വരുവാനുള്ള നാളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ നാളിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് ആ പുത്രൻ പറയുമ്പോൾ തന്നെ ഈ ട്രിനിറ്റേറിയൻ വിശ്വാസത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു. കാരണം അവിടെ ഇവിടെ പറയുന്ന സെക്കൻഡ് ഗോഡിന്, ട്രിനിറ്റിയിലെ സെക്കൻഡ് പേഴ്സണ് അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. ധാരാളം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഈ ചോദ്യം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ കാര്യം ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ബ്രദർ സൈമനോട് ചോദിക്കുന്നത്. ഇത് മാത്യു 24:36 പറയുന്ന ഒരു വേർഡ്സ് ആണ്. ബട്ട് ഓഫ് ദാറ്റ് ഡേ ആൻഡ് അവർ നോ മാൻ നോ നോട്ട് ദ ഏഞ്ചൽസ് ഓഫ് ഹെവൻ ബട്ട് മൈ ഫാദർ ഓൺലി. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, നമ്മുടെ ട്രിനിറ്റിയുടെ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്ക് പിതാവിനെ മാത്രമേ അറിയത്തുള്ളൂ. പുത്രൻ അറിയത്തില്ല, പരിശുദ്ധാത്മാവിന് അറിയത്തില്ല, എപ്പോഴാ ഈ അവറിനെ പറ്റിയുള്ള കാര്യം അറിയത്തില്ല. അപ്പം യേശു ദൈവമാണെങ്കിൽ ദൈവത്തിന് അറിയാത്ത കാര്യങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത് ട്രിനിറ്റി പ്രകാരമാണെങ്കിൽ അവരുടെ കോ ഇറ്റർണൽ, കോ ഈക്വൽ എന്നുള്ള ഒരു വാദം കൂടെ അതോടെ തീരുവാണ്. പിന്നെ പിതാവിന് അറിയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം പിതാവ് വലുതാ, അത് യേശുവും പറഞ്ഞിട്ടുണ്ട്. പിതാവ് വലുതാ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു വചനം ഉണ്ടുകൊണ്ട് പിതാവ് വലുതാണെന്നുള്ള കാര്യം നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഒരു അർത്ഥം എന്തുവാന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നോ മാൻ നോട്ട് ദ ഏഞ്ചൽസ് എന്നും പറയുന്നുണ്ട്. അപ്പം മനുഷ്യനും അറിയത്തില്ല, ഏഞ്ചലും അറിയത്തില്ല. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ യേശു ഒരു യോഹന്നാന്റെ സുവിശേഷം 8:15-16 ഈ ജഡ്ജ് ആഫ്റ്റർ ദ ഫ്ലഷ്, നിങ്ങൾ ഈ ഫ്ലഷിൽ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ജഡ്ജ് ചെയ്യുന്നു. ഐ ജഡ്ജ് നോ മാൻ. അപ്പൊ യേശു ഒരു മനുഷ്യനെയും ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറയും പിന്നെ യേശുവിന് മുമ്പാകെ പോയി നിൽക്കുമ്പോഴത്തേക്ക് യേശുവാണ് നമ്മൾ വിധി പറയുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആത്മാവായുള്ള കാര്യം പറയുന്നത്. ശരീരത്തിന്റെ കാര്യം, ജഡത്തിൽ യേശു ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ശരീരത്തിലുള്ള കാര്യമാണ് സംസാരിക്കുക. ഈ ശരീരത്തിൽ നോ മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജഡരക്തവും ഇത് അറിയാൻ പാടില്ല, അറിയത്തുമില്ല. ഓക്കെ, അപ്പം പിന്നെ നമ്മളുടെ ഒരു ചോദ്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ യേശു ദൈവമായിട്ടും അറിയാത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, യേശു ജഡത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ജഡത്തിലാണ് യേശു ഈ വർത്താനം ഈ കാര്യം സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:36 പറയുമ്പം യേശു ഒരു മനുഷ്യനായി, മറിയയുടെ പുത്രനായി ഈ വാക്കുകൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്പേഴ്സ് 23:19 നമ്മൾ വായിക്കുന്നത്, ഗോഡ് ഈസ് നോട്ട് എ മാൻ ദാറ്റ് ഹി ഷുഡ് ലൈ നീദർ ദ സൺ ഓഫ് മാൻ. അപ്പം ദൈവം ഒരു മനുഷ്യനുമല്ല,
മനുഷ്യപുത്രനുമല്ല. അപ്പം ദൈവം പിന്നെ ആരാ? ദൈവം യോഹന്നാന്റെ സുവിശേഷം 4:24 എന്ന് പറയുന്നത് പറഞ്ഞാൽ ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാണ്. അപ്പം ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുള്ള ദൈവം ആത്മാവാണ്. ഓക്കെ, അപ്പൊ ഈ ആത്മാവായ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫേഷ്യൻ 4:6 പറയുന്നത് എന്തുവാ? വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം വൺ ഗോഡ് ആരാ? ഈസ് ഫാദർ ഓഫ് ഓൾ, അല്ലാതെ വേറൊരു ഗോഡും ഇല്ല. വൺ ഗോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈസ് ആൻഡ് ഫാദർ ഓഫ് ഓൾ, അവൻ പിതാവുമാണ് എല്ലാവരുടെയും. എന്തിനാ പിതാവ്? ദൈവം ആത്മാവായോണ്ട് എല്ലാ ആത്മാക്കളെ സൃഷ്ടിച്ചത് അവനായോണ്ട് അത് ദൈവം നമ്മളുടെ പിതാവാണ്. അപ്പം ഹൂ ഈസ് അബവ് ഓൾ ആൻഡ് ത്രൂ ഓൾ ഇൻ യു ഓൾ, ആ പിതാവായ ദൈവം തന്നെയാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത്. ആ മനുഷ്യനായി നിൽക്കുന്ന ക്രിസ്തുവിലും ഉള്ളത് ദൈവത്തിന്റെ പിതാവിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് പിതാവ് എന്നിൽ വസിച്ചോണ്ട് അവന്റെ വേലകൾ ചെയ്യുന്നത്. ഐ ക്യാൻ ഓഫ് മൈസെൽഫ് ഡു നത്തിങ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യനായി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, പിതാവ് എന്നിൽ വസിച്ചോണ്ട് അവന്റെ വേലകൾ ചെയ്യുന്നു. അങ്ങനെ തന്നെ ഹീബ്രൂസ് 2:14 പറയുന്നതെന്ന് പറഞ്ഞാൽ മക്കൾ ജഡരക്തങ്ങൾ കൊണ്ടായോണ്ട് അവനും ദൈവവും ആ ജഡരക്തത്തിൽ വന്നെന്നാ പറയുന്നത്. എന്തിന്? നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് വേണ്ടി. ഓക്കെ, അങ്ങനെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:10 വായിക്കുമ്പോൾ ബിലീവ് thou not that I am in the Father and Father in me, ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണ് ഉള്ളത്. അപ്പൊ ഒരിക്കലും ആ മനുഷ്യന്റെ കോൺസെപ്റ്റ് വർക്ക് ചെയ്യത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കാര്യം പറയുന്നത്. ദൈവം ആത്മാവാണ്, ആ ആത്മാവായ ദൈവത്തിനെ എല്ലാ കാര്യങ്ങളും അറിയത്തുള്ളൂ. ജഡത്തിൽ ആർക്കും അത് വെളിപ്പെടാൻ പോകുന്നില്ല. ദൈവം ആർക്കും ആ കാര്യം ജഡത്തിൽ നിൽക്കുമ്പം ആ മനുഷ്യനോ ഒരു ഏഞ്ചൽസിനോ ആ കാര്യം വെളിപ്പെടുത്താൻ പോകുന്നില്ല. ഇതിന്റെ അർത്ഥം യേശു എന്ന് അറിയുന്നതല്ല, യേശു ദൈവമാണ്. യേശു ആ ആത്മാവായ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ നാമമാണ്. അതുകൊണ്ടാണ് ഐസയ 9:6 പറയുന്നത് ഹിസ് നെയിം വിൽ ബി കോൾഡ് മൈറ്റി ഗോഡ് എവർ ലാസ്റ്റിംഗ് ഫാദർ എന്ന് പറയുന്നത്. ആ ഫാദർ, ആ ആത്മാവായ ദൈവം ആ ജഡത്തിൽ വസിച്ചുകൊണ്ട് ഒരു ജഡങ്ങളും അതറിയാൻ പോകുന്നില്ല എപ്പോഴാണ് അവർ ഉള്ളത്. പക്ഷെ യേശു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പേരാണ്, ആ ആത്മാവിന്റെ പേരാണ്. ആ ആത്മാവിനെല്ലാം അറിയാം, പക്ഷെ ജഡത്തിൽ ആ കാര്യം ആരോടും വെളിപ്പെടുത്തത്തില്ലെന്നാണ് ഈ വചനം വെച്ച് മനസ്സിലാക്കുന്നത്. അല്ലാതെ യേശുവിന് അറിയാത്തതല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യേശുവിലുള്ള ദൈവത്തിന് ആ നാളും നാഴികയും അറിയാം, എല്ലാം അറിയാം. പക്ഷെ യേശു എന്ന മനുഷ്യൻ ഇത് അറിയുന്നില്ല. കാരണം യേശു വന്നത് നമ്മളൊക്കെ വേണ്ടി മറുവിലയാകാൻ വേണ്ടിയാണ്. സിമ്പിൾ ആണ് ആൻസർ. പക്ഷേ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് തിയോളജി വെച്ചിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത്. കാരണം പുത്രൻ 3 ദൈവങ്ങളാണ് എന്നുള്ളത് ആണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു ദൈവമേ ഉള്ളതും നമ്മള് സൂചിപ്പിച്ചതുപോലെ എഫേസ്യർ 4:6 പറയുന്ന ആ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായ ദൈവവും പിതാവുമായ ആ ഒരു ദൈവം സൃഷ്ടിപ്പിൽ പിതാവും വീണ്ടെടുപ്പിൽ പുത്രനും പരിപാലനയിൽ പരിശുദ്ധാത്മാവും വ്യാപരിക്കുന്നു. ആ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സത്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്നത്തെ ഈ സെഷനും നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു. നിങ്ങൾക്ക് ഇന്ന് സംസാരിക്കപ്പെട്ട 4 വിഷയങ്ങളിലും 4 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതിക്കൊണ്ട് ഈ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾക്കുള്ള 3ാമത്തെ എപ്പിസോഡ് ഞങ്ങൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ ആ കമന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ബൈബിൾ കൊട്ടേഷനോടുകൂടി നൽകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞങ്ങൾ അതിന് ഇതുപോലൊരു സെഷൻ ക്രമീകരിച്ചിട്ട് അതിന് മറുപടിയുമായി വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. അങ്ങനെ വരുന്നില്ല എങ്കിൽ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും അടുത്ത ബുധനാഴ്ച നമ്മൾ കാണും വരെയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.